എൻ്റെ പേര് ജിൻഡോ ജെയിംസ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു രോഗസാഖ്യമാണ് കിട്ടിയേക്കുന്നത്. അത് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് 2019 മെയ് മാസം 5-ാം മാസം എനിക്ക് ഫിക്സ് ഉണ്ടായി. എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടുന്ന് 6 ദിവസം കഴിഞ്ഞാണ് എനിക്ക് പിന്നെ ബോധം തെളിയുകയൊക്കെ ചെയ്തത്. പിന്നെ അറിയുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്നുള്ളതാണ്. തേർഡ് സ്റ്റേജും. പിന്നെ അവിടുന്ന് പിന്നീട് എന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് എന്നെ ആസ്റ്റർ മിംസ് കോഴിക്കോട് എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു പിന്നെ ഒരു മുഴയും കൂടെ ഉണ്ട്, ഞരമ്പായിട്ട് ബാധിച്ച് കിടക്കുന്നതാണ് ബ്രെയിനായിട്ടും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഞാൻ കോമ സ്റ്റേജിലായി പോകും. അതുകൊണ്ട് ഒരു എടുക്കുന്നുള്ളൂ, ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് എന്നെ അവിടുന്ന് കൊണ്ടുവരികയും 1 മാസം കഴിഞ്ഞ് അവിടുന്ന് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു വന്ന ശേഷം വീണ്ടും എനിക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിക്സ് ഉണ്ടായി കഴിഞ്ഞ് പിന്നെയും എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി ചെന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. റേഡിയേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുമൊപ്പം തന്നെ ഹീമോയും ചെയ്യേണ്ടി വന്നു. റേഡിയേഷൻ 10 എണ്ണവും ഹീമോതെറാപ്പി 20 എണ്ണവും ചെയ്തു. അതോടുകൂടി എൻ്റെ എയർ ബാലൻസും നഷ്ടപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതറിഞ്ഞ് പെട്ടെന്ന് എൻ്റെ അടുക്ക വന്ന്, എനിക്ക് ആളെ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ പപ്പയും മമ്മിയൊക്കെയാണ് എൻ്റെ അടുക്ക പറയണേ ഇനി ആൾ വന്നു, അത് ഈ ഇടയ്ക്കാണ് പറയണേ. അപ്പോൾ വന്ന് ജയ്മോൻ എന്ന് പറഞ്ഞ ആളാണ് വന്നത്. ആ ചേട്ടൻ വന്ന് എനിക്കൊരു കൃപാസനത്തിൽ കാശുരൂപം എൻ്റെ ഒരു കൊന്ത ഇട്ട് തന്ന് അവർ പ്രാർത്ഥിച്ചു. അത് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എൻ്റെ അടുത്തല്ല പപ്പേരെ മമ്മീൻ്റെ അടുക്ക പറഞ്ഞു, എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ സൈറ്റിൽ ചെല്ലുകയും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിക്സ് ഉണ്ടായി ഞാൻ വീണു കഴിഞ്ഞപ്പം എന്നെ പിറവത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് 2-3 തവണ ഫിക്സ് ഉണ്ടാകുന്നതാണ്. അത് ഒറ്റ തവണയിൽ ആ ഫിക്സ് മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ ഉടമ്പടി പത്രം എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഞാനും മമ്മിയും കൂടെ വീട്ടിൽ നിന്ന് തന്നെ ഊണ് റെഡിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. അത് ഇപ്പോൾ ഈ 3 മാസമായിട്ടും കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഓഹരിയിൽ നിന്നാണ് പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് തന്നെ ഒരു നേർച്ച നേർന്നു. അരിയും അതുപോലെ ഞാൻ കൃപാസനത്തിൽ എത്തിക്കുന്നുണ്ട് എല്ലാ മാസവും. ഇപ്പോൾ 2 മാസമായിട്ട് ഞാനിവിടെ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിലെ കാശുരൂപം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം ക്യാൻസർ വാർഡിൽ കിടക്കുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും. എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പറയും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അതുപോലെ കാശുരൂപമാണേലും അതുപോലെ എൻ്റെ കയ്യിൽ ഉപ്പോ തേനോ തൈലം അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചിലവർക്ക് തൊട്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ പത്രം കൊടുക്കുമ്പോഴാണേലും അതേലെല്ലാം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം പൂശിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ തൈലം കൊണ്ട് തന്നെ എൻ്റെ ഒരു തലവേദന ഉണ്ടായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു, അതും മാറിക്കിട്ടി. ഈ 90-ാം ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്കൊരു സൗഖ്യം വീണ്ടും കിട്ടി. കാരണം വേറെയൊന്നും അല്ലായിരുന്നു, ബ്രെയിൻ ട്യൂമറിൻ്റെ അത് പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ട്, അത് വീണ്ടും മാറണം എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഉടനെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു നിൻ്റെ തലയിൽ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ കൈയും കാലും തളർന്നു പോയതും കൂടെ ആയിരുന്നു. ഒരു സൈഡ് ഫുള്ള് ആരെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാണ്ട് കിടക്കുമായിരുന്നു. എത്ര പേരുടെ സഹായം കൊണ്ടൊന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് പിടിച്ചാർന്ന് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ പുണ്യഭൂമിയിലും ഈ അൽത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ JCB ഓപ്പറേറ്ററാണ്. ഇപ്പം ഞാൻ JCB ഓടിക്കാൻ തുടങ്ങി.
6 മാസമായിട്ട് ഞാൻ JCB ഓടിക്കാൻ തുടങ്ങി. ഇപ്പം ഒരു 3 മാസമായിട്ട് ശരിക്കും എല്ലാ പണിയും ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ബ്രേക്കർ ഓപ്പറേറ്ററും കൂടെയാണ്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വാഹനത്തിനാണേലും ഞാൻ ഉപ്പ് കൊണ്ട് വണ്ടിയെ വെച്ചേക്കുവാണ് വാഹനത്തിൽ, ഞാൻ ഓടിക്കുന്ന വാഹനത്തെ തന്നെ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറയാൻ പോകില്ല. നേരത്തെ ഞാൻ പള്ളിയിൽ പോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പള്ളിയിൽ പോകണമെന്നൊന്നുമില്ലായിരുന്നു. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏറ്റവും ബാക്ക് സൈഡിൽ നിൽക്കും, അല്ലാണ്ട് പള്ളിയുടെ അകത്തേക്ക് ഞാൻ കയറത്തില്ല. ഇപ്പോൾ ആണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലാണ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിൽക്കുന്നത്. അതുപോലെ കുമ്പസാരിക്കാൻ ഞാൻ 10 വർഷത്തിൻ്റെ മേളിലായി കുമ്പസാരം ഒക്കെ കുമ്പസാരിച്ചിട്ട്. ഇപ്പോൾ കുമ്പസാരമൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയേകം അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:10 തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നു: വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം നൽകുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. താൻ കടന്നു പോന്ന വഴികൾ ഇരുണ്ടതായിരുന്നു. ആ ഇരുണ്ട വേളകൾ ഇന്ന് മധ്യാഹ്നം പോലെ പ്രകാശിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയാക്കി ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്ന ജീവിതാനുഭവമാണ് നാം കേട്ടത്. ഇത് വളരെ റെയറായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യം അല്ല. ഇവിടെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള വ്യത്യസ്തതയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. തനിക്ക് ബ്രെയിൻ ട്യൂമറായെന്നും അത് 3rd സ്റ്റേജ്, പിന്നീട് കീമോതെറാപ്പിയും ഒക്കെ എടുത്ത് എങ്ങനെയാണ് റേഡിയേഷനും ഒക്കെ എടുത്ത് ഒരു വശം മൊത്തം തളർന്ന ഈ മകൻ ഇന്ന് ഇവിടെ വന്ന് നിന്ന് യാതൊരു ബോധവുമില്ലാതെ കോമ സ്റ്റേജിൽ അങ്ങനെ കിടന്ന അവസരത്തിൽ അമ്മയുടെ കാശുരൂപം ഈ മകന് ഒരു കൂട്ടുകാരൻ കൊടുത്തത് വഴി എങ്ങനെയാണ് ഇന്ന് ആരോഗ്യവാനായിട്ട് താൻ JCB ഡ്രൈവറാണ്, വണ്ടി ഓടിച്ച് ഇന്ന് തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത്. അങ്ങനെ മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്നാണ് എന്നാണ് തിരുവചനം പറയുക. ജീവിതത്തിലെ ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ എങ്ങനെയാണ് പിന്നീട് നമ്മുടെ ജീവിതം പച്ച പിടിക്കുന്നത്, ആ ജീവിതത്തിന് പുതിയ ഉണർവുണ്ടാകുന്നത്, പിന്നീട് നാം ഒരു പുതിയ വ്യക്തിയായി മാറുന്നത്. ഈ മകൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയുണ്ട്. താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100 ഇരട്ടിയായിട്ട് ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നൽകുവാനായിട്ട് ദൈവം കനിഞ്ഞ് തൻ്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ഇറങ്ങി വരുന്ന അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഇതൊന്നും അന്യമല്ല. നമുക്കും ഇതെല്ലാം നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം കർത്താവിന് കൊടുക്കേണ്ട ഭാഗം കർത്താവിന് കൊടുക്കണം. കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ട രീതിയിൽ നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കണം. അതാണ് ഉടമ്പടി എടുത്ത മക്കളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ലാലി. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ഫൊറോന അംഗമാണ്. ഞാൻ ഇപ്പോൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദുബായിൽ 18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ ഇടയ്ക്ക് കോവിഡ് കാലഘട്ടമായപ്പോഴേക്കും എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന് വളരെ ശക്തമായ വയറുവേദന വരികയും ആ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി നവംബർ 2021 എടുക്കാനിടയായത്. ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഷീമ എന്നായിരുന്നു ആ മകളുടെ പേര്. ആ മകൾക്ക് രോഗസൗഖ്യം കിട്ടുകയും അവൾക്ക് അയർലൻഡിൽ പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത്, അയർലൻഡിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത്. ഞാൻ 6 പ്രാവശ്യം OET എക്സാം എഴുതിയതായിരുന്നു. അപ്പോൾ 7ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അത് 2022 ഓഗസ്റ്റിലാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ എത്തുകയും എല്ലാ പ്രാർത്ഥനകളും നന്നായിട്ട് ചെല്ലുകയും അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു.
അതിൻ്റെ ഫലമായിട്ട് 7ാമത്തെ പ്രാവശ്യം മാതാവിൻ്റെ കാശിരൂപവും ഉടമ്പടി പ്രാർത്ഥന ഉപ്പും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 7ാമത്തെ പ്രാവശ്യം OET എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള കടമ്പ എനിക്ക് അയർലൻഡ് എന്ന സ്വപ്നമായിരുന്നു. അത് നിസ്സാരമാണെന്ന് എല്ലാവരും പറയും, വളരെ എളുപ്പമാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായി. കാരണം 1 വർഷം 2 വർഷമൊക്കെ ഒത്തിരി പേര് കാത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ 8 മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഡിസിഷൻ ലെറ്ററും എല്ലാം കിട്ടുകയും അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്റർ റെഡിയാവുകയും അതുപോലെ തന്നെ മെയ് 2023 ഞാൻ അയർലൻഡിൽ എത്തുകയും ചെയ്തു. അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും, അതായത് ഇൻ്റർവ്യൂ എല്ലാം ഒത്തിരി ബുദ്ധിമുട്ട് ആയിരുന്നെങ്കിലും മാതാവിൻ്റെ കാശിരൂപത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാം പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ വീട് കിട്ടുന്നുണ്ടായില്ല. എല്ലാവർക്കും അറിയാം അയർലൻഡിൽ വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ മാതാവിൻ്റെ വലിയ കൃപയാൽ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡിസംബറിൽ എനിക്ക് അവിടെ ഒരു വീട് കിട്ടുകയും ഫാമിലിയെ കഴിഞ്ഞ രണ്ടാഴ്ചത്തോട് ഞാൻ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ലീവ് എടുത്ത് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് വന്നത്. മാതാവ് ഇത്രത്തോളം നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ സാക്ഷിയായിട്ട് ഈ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒത്തിരിയേറെ വിഷമത്തിലും എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം 6 പ്രാവശ്യം തോറ്റതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെങ്കിലും മാതാവ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഫലമായിട്ട് അയർലൻഡിൽ ഇപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ച ഇത്രത്തോളം അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദുബായിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോഴെല്ലാം എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ സാക്ഷ്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ OET പാസ്സായത് മാതാവിൻ്റെ വലിയ കൃപയാലാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരിയേറെ പേരോട് ഉപദേശിക്കുകയും അവർക്കും ആ ഒരു അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി മേഖലയിലുണ്ടാകുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സഹപാഠികൾക്കും പൈസ കൊടുത്ത് ഞാൻ അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അയർലൻഡിലാണെങ്കിലും ഞാൻ എന്നാലാവുന്നത് എനിക്ക് കാണുന്ന മക്കളിലെല്ലാം എൻ്റെ ഈ അനുഭവം പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച കുറച്ച് അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ഏറെ പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമപ്പെട്ടതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പ്രധാന സാക്ഷ്യമായിട്ട് പറഞ്ഞതെങ്കിലും ആദ്യം സൂചിപ്പിച്ചത് ഓൺലൈൻ ഉടമ്പടിയിൽ തൻ്റെ സുഹൃത്തിന് ലഭിച്ച വലിയൊരു സാക്ഷ്യത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈനിലായിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന പ്രാർത്ഥനകളെയും മാതാവിൻ്റെ കരം പോലെ വർത്തിക്കുന്നതായിട്ട് ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. പല സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി, ഏറെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്നിവിടെ സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളിൽ എപ്പോഴും ഓൺലൈൻ ഉടമ്പടിക്കും ലൈറ്റ് ക്യാൻഡിൽ പ്രേയറിനും ഒക്കെ വലിയൊരു സ്വാധീനമുള്ളതായിട്ട് നമ്മൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒന്നാണ്. കാരണം മാതാവ് അവരെ ഒരു സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് അവരെ വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഒരു പക്ഷേ ഈ പ്രാർത്ഥനകളെയൊക്കെ നോക്കിക്കാണാം. കാരണം ഏകദേശം ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനാനുഭവങ്ങൾ കിട്ടിയവരിൽ നല്ലൊരു ശതമാനം പേരും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് കുറച്ചും കൂടെ ഗൗരവമായ പ്രാർത്ഥനയിലേക്ക് വരുന്നവരാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ടും ഈ പ്രാർത്ഥനയിൽ അനുഭവങ്ങൾ നിലനിൽക്കെ തന്നെയും ദൈവം നമുക്കുള്ള വഴികൾ തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രമപ്പെടുകയും എന്നാൽ അതിൽ തടസ്സങ്ങളുണ്ടാകുമ്പോഴൊക്കെ ദൈവത്തെ മുറുകെ ചേർത്ത് പോയി എന്നുള്ളതും വ്യക്തിപരമായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചെന്നുള്ളതുമാണ് സാക്ഷ്യം. ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടിയുടെ ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം അനുഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.